ഒരിക്കൽ കൂടെ ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഈ ആയുസ്സിൽ ഈ വർഷത്തിലും ഒരവസരം കൂടെ നൽകിയതിൽ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ നന്ദി അതിനെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ ഓർക്കുമ്പോൾ, എല്ലാ ദിവസവും നിർബന്ധമില്ല, നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ പലർ മുഖാന്തരം ലഭിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോൾ പലർ മുഖാന്തരം ലഭിക്കുന്ന കൃപ അത് വളരെ വലുതാണ്. അത് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്തു വന്നിരിക്കുന്ന വേദഭാഗം ഇന്ന് രാവിലെയാണ് എൻ്റെ മനസ്സിൽ പ്രകാശനം ലഭിച്ചത്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു സന്ദേശമാണിത്. എന്നാൽ നാം പല സഭകളിലേക്ക് ഇങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് അനുഭവിക്കണം. അങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഞാൻ പറയാറുള്ളത്. പിന്നീട് മാത്രമല്ല, ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ വരെ ഒരു 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 പ്രകാശനം ലഭിക്കുന്നില്ല. ഒരുപാട് സന്ദേശങ്ങൾ കർത്താവിൻ്റെ വളവറ്റ കൃപയാൽ 2010 മുതലാണ് ഞാൻ എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ളത് ഞാൻ എൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഞാൻ എല്ലാ സന്ദേശങ്ങളും കുറിച്ചു വയ്ക്കും. ഞാൻ പറയാൻ പോകുന്നതിൻ്റെ സെറ്റ് ആദ്യം തന്നെ ഒരു നോട്ടിൽ കുറിച്ചു വയ്ക്കും. അത് പിന്നീട് അതൊരു കുറിപ്പായി ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അത് ബൈബിളിൽ വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഞാൻ വചനം ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇതിലേതാണ് ഇവിടെയുള്ള ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്? ആ രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു സന്ദേശം തന്നെ ഒന്നുകൂടെ ഈ നാളുകളിൽ ദൈവവചനം വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനോട് ചില എഡീഷൻസ് ലഭിക്കും. തിരുവഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, നാം തിരുവഴുത്തുകൾ വായിക്കും തോറും ദൈവത്തിൻ്റെ ആ ഹൃദയം, മനസ്സ് നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ നാം പലതവണ വായിച്ചിട്ടുള്ള വേദഭാഗമാണെങ്കിലും വീണ്ടും വായിക്കുമ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ ദൈവത്തിൻ്റെ ആത്മാവ്, നാം ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തരും. അതല്ലാതെ നമുക്ക് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനൊക്കെ സാധിക്കും. ഇന്ന് ജ്ഞാനം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ, ഹൈടെക് യുഗത്തിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട്, റെഡിമെയ്ഡായിട്ട് നമുക്ക് സന്ദേശങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ ആ സന്ദേശങ്ങളിലൊന്നും ഒരു സ്പാർക്ക് ഉണ്ടാവുകയില്ല. ദൈവകൃപ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ട് അത് തീരുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, ദിനംതോറും ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ, ദിനംതോറും സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം മനസ്സ് വയ്ക്കുമ്പോൾ, താല്പര്യമുള്ളവരായിട്ട് തീരുമ്പോൾ, ദൈവം നമ്മെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പച്ച പുൽമാരിയിൽ നമ്മെ നയിക്കും. അപ്പോൾ ദൈവം നമ്മളോട് ദിനംതോറും നമുക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കും. അത് സമയക്രമീകൃതം അനുസരിച്ച് നാം ഒന്നൊരുങ്ങി കൊണ്ടുവന്ന് നാം ദൈവജനത്തിന് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവജനത്തിന് ആത്മീക പുഷ്ടിക്ക്, ആത്മീക വർധനവിനും, ആശ്വാസത്തിനും, പ്രബോധനത്തിനും ഇടയായിട്ട് തീരും. അങ്ങനെയായിരിക്കണം നമ്മുടെ ഇടയിലെ വചന ശുശ്രൂഷകൾ ആയിരിക്കേണ്ടത് എന്ന് നമ്മെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് ആ രീതിയിൽ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായമാണ്. ഞാൻ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യായമാണിത്. 3ഉം 4ഉം അധ്യായങ്ങൾ. അതിൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ലളിതമായ ചില ചിന്തകളാണ്. നിങ്ങൾക്കറിയാം, നേരത്തെ ഓർപ്പിച്ചതുപോലെ നാം പ്രായോഗികമാക്കുവാൻ ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ ഗഹനമായ കാര്യം അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് പഠിച്ച് പഴകിയ, അല്ലെങ്കിൽ നാം ഒക്കെ വളരെ അറിയുന്ന ചില സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നത്.
സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചത്. ദൈവവിശ്വസ്തതയിൽ നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സദ്ബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് കണക്കുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിനെയും ആദ്യതലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനകൾ ദുഷിക്കുകയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുറ്റുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആ നിലയിൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ആ നല്ല മനോഭാവത്തോടുകൂടെ, തുറക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ അങ്ങയുടെ വചനത്തിൻ്റെ കീഴിൽ ഞങ്ങളിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളം അനുഭവിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വായിച്ച വേദഭാഗം വളരെ പരിചയമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ പല കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ സ്കൂളിൽ ഈ 10ാം ക്ലാസ് കുട്ടികൾ കഴിയുമ്പോൾ ഓട്ടോഗ്രാഫ് എഴുതാനായിട്ട് ചിലരൊക്കെ വരും. അപ്പോൾ ഞാൻ എഴുതാറുള്ള ഒരു വാക്യമാണ് ഈ വേദഭാഗത്തിലുള്ളത്. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അങ്ങനെ ഒരുപാട് നല്ല നല്ല വാക്യങ്ങൾ, നമുക്ക് മനഃപ്പാഠം അറിയുന്ന വാക്യങ്ങളൊക്കെ ഉള്ള ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ഈ വേദഭാഗത്തിൻ്റെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ വായിച്ച ഒരു നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. നാം എല്ലാവരും ഒരു വലിയ പരീക്ഷയെ, ടെസ്റ്റിനെ ആസന്ന ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ നല്ല മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ നല്ല മേഖലകൾ തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് ഇതുപോലെയുള്ള ടെസ്റ്റുകൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യുക? നമുക്കറിയാം, നല്ല റിസൾട്ടുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ അവരെ ആക്കും. അങ്ങനെ നല്ല കോച്ചിങ് സെൻറ്ററുകൾ, നല്ല ഓഫറുകൾ നൽകുന്ന അല്ലെങ്കിൽ നല്ല റിസൾട്ട് നാം ബോധ്യപ്പെടുന്ന കോച്ചിങ് സെൻറ്ററുകളിലാക്കും. അങ്ങനെ ആക്കി നാം പോരും. നമ്മൾ മക്കൾ ആ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കും, പരീക്ഷ എഴുതും. ഒരു പക്ഷേ ആ കോച്ചിങ് സെൻറ്ററിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ട റിസൾട്ട് നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് നാം തട്ടിച്ചു നോക്കുമ്പോൾ നാം എല്ലാവരും ആസന്നമായ ഒരു പരീക്ഷ എഴുതാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നവരാണ്. 2 കൊരിന്ത്യർ 5:10 നാം വായിക്കുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. കർത്താവിൻ്റെ മുമ്പാകെയുള്ള ആ വലിയ പരീക്ഷയിൽ വിജയിക്കാനായിട്ടുള്ള നല്ല ഒരു കോച്ചിങ് സെൻറ്ററിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്ഥലം സഭ. ഈ സ്ഥലം സഭയിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനം, സ്ഥലം സഭയിൽ നിന്ന് ലഭിക്കുന്ന ദൈവവചനം, അതിനെ ഗൗരവത്തോടുകൂടെ ആരെല്ലാം ഉൾക്കൊള്ളുന്നുവോ, അതിനെ ഗൗരവത്തോടുകൂടെ ആരെല്ലാം പ്രമാണിക്കുന്നുവോ, അവർക്ക് ആസന്നമായ പരീക്ഷയിൽ
ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ മക്കളെ വിശ്വസിച്ച് കോച്ചിങ് സെന്ററിൽ നമ്മൾ ആക്കുന്നു. എന്നാൽ അവർ അവിടെ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പരീക്ഷയിലും അവർക്ക് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നാം ആസന്നമായി ഫേസ് ചെയ്യാൻ പോകുന്ന ആ ടെസ്റ്റിൽ, ആ പരീക്ഷയിൽ നമുക്ക് ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സഭയാകുന്ന ഈ കോച്ചിങ് സെന്ററിലെ പരിശീലനം ശരിയായ രീതിയിൽ പാലിക്കാനായിട്ട് ഞാനും നിങ്ങളും ബദ്ധശ്രദ്ധാലുക്കളാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ദിനത്തിൽ നാം ലജ്ജിക്കുവാനിടയായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു ധൈര്യത്തോടു കൂടെ നമുക്ക് ആ പരീക്ഷയെ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വായിച്ച ഈ 18 വാക്യങ്ങളിൽ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പക്ഷെ എല്ലാ ആശയങ്ങളും പറയാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആ ആസന്നമായ ടെസ്റ്റിനെ എങ്ങനെ ധൈര്യത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പിടി നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ മാത്രമാണ് ഞാൻ ഇനി എൻ്റെ മുൻപിലുള്ള സമയത്ത് ശ്രമിക്കുന്നത്. അതിനൊന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, ആസന്നമായ ടെസ്റ്റ് കർത്താവിനെ അറിഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ്. ആ ടെസ്റ്റിൽ നാം തോറ്റു പോകാതിരിക്കാൻ, ലജ്ജിതരായി തീരാതിരിക്കാൻ, ധൈര്യത്തോടെ ആ ടെസ്റ്റിനെ സമീപിക്കാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നൽകിയിരിക്കുന്നത്. അത് ദൈവാത്മാവിൻ്റെ സഹായത്തോട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് വർക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുമോ? 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. ഞാൻ ചില ക്ലൂ തരാം. 2, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നമുക്ക് അവിടെ നിന്ന് ലളിതമായിട്ടുള്ളതാണെങ്കിലും പ്രധാനവുമായ ഒരു പാഠം അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊന്ന് പറയാമോ? 1 മുതൽ 4 വരെയുള്ള സദൃശ്യവാക്യം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശം? ഞാൻ ക്ലൂ പറഞ്ഞു, ഉപദേശം മറക്കരുത്, കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. ശരി, ഞാനത് ലളിതമായിട്ട് പറയാം. നിങ്ങൾ ഗഹനമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നോക്കൂ, ഉപദേശം മറക്കരുത്. അപ്പോൾ നാം കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മറക്കരുത് എന്ന് പറയുമ്പോൾ മറക്കാതിരിക്കണമെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ അത് ഓർക്കണം. ഓർക്കുക എന്ന് പറയുമ്പോൾ അത് പോകുന്നത്, അത് അറിയുക എന്ന് പറയുമ്പോൾ പോകുന്നത് പഠിക്കണമെന്ന്. സിമ്പിൾ. അപ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം, ആസന്നമായ പരീക്ഷയിൽ ഞാനും നിങ്ങളും ലജ്ജിതരായി തീരാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. ഉപദേശം മറക്കരുത് എന്നുള്ള ക്രിയാപ്രയോഗത്തിൽ നിന്നും എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അപ്പൊ കൽപ്പനകൾ കാത്തുകൊള്ളാനുള്ളതാണ് നമുക്ക് മനസ്സിലായി. കൽപ്പനകൾ കാത്തുകൊള്ളാനുള്ളതാണെങ്കിൽ ആ കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. എങ്ങനെയാ ആ കൽപ്പനകൾ കാത്തുകൊള്ളാനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്? അതിന് നാം തിരുവെഴുത്ത് പഠിക്കണം. അപ്പൊ ഒന്നാമത്തെ പാഠം, ആസന്നമായ പരീക്ഷയിൽ നാം പരാജിതരായി തീരാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. വളരെ പ്രശസ്തനായ ഒരു പ്രസംഗകനായിരുന്നു ക്യാമ്പൽ മോർഗൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും വളരെ ഈടുറ്റതാണ്, മനസ്സിലാക്കാൻ ഏറെ പ്രയാസമാണ്. പലതവണ നാം വായിക്കുമ്പോഴാണ് അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു
പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യവും ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ബെസ്റ്റ് ബുക്ക്. ഓക്കെ, ദ ബെസ്റ്റ് ബുക്ക്. അടുത്ത് ദ ബെസ്റ്റ് പ്ലേസ്, ദ ബെസ്റ്റ് പർപ്പസ്. ഏറ്റവും നല്ല പുസ്തകം, അത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ ഉദ്ദേശം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? അല്ലെങ്കിൽ റെഫറൻസ് ഏതാണെന്ന് പറയാമോ? ക്യാമ്പൽ മോർഗൻ പറഞ്ഞതാണ് ദ ബെസ്റ്റ് ബുക്ക്, ഏറ്റവും നല്ല പുസ്തകം. ദ ബെസ്റ്റ് പ്ലേസ്, അത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. ഫോർ ദ ബെസ്റ്റ് പർപ്പസ്, അതിൻ്റെ ഏറ്റവും നല്ല ഉദ്ദേശം, ഏറ്റവും നല്ല ഉദ്ദേശം. അത് സംക്ഷേപിച്ച് പറയുന്ന ഒറ്റ വാക്യം, ഒരു വാക്യം തിരുവെഴുത്തിലുണ്ട്. അതേതാണെന്ന് പറയാമോ? ഏറ്റവും നല്ല പുസ്തകം, അത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, അതിൻ്റെ ഏറ്റവും നല്ല ഉദ്ദേശം. അത് പറയുന്ന ഒരു വാക്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. അതേ അധ്യായത്തിൽ തന്നെയാണുള്ളത്. വെരി ഗുഡ്. സങ്കീർത്തനം 119:11 നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 119:11 വാക്യം. നമുക്കെല്ലാം മനഃപ്പാഠം അറിയുന്ന വാക്യം തന്നെയാണ്, എങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 119:11. ദ ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് വെക്കേണ്ട സ്ഥലം എവിടെയാ? നമ്മുടെ തലയണയുടെ അടിയിലാണോ, ഷെൽഫിലാണോ? അല്ലല്ല, അവിടെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇനി എന്താ അതിൻ്റെ ഉദ്ദേശം? ഏറ്റവും നല്ല പുസ്തകം, അത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, അതിൻ്റെ ഉദ്ദേശം എന്താ? പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം എന്ന് പറയുമ്പോൾ ക്യാമ്പൽ മോർഗൻ പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുകയും അതിൻ്റെ ഫലമായി പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചാലുള്ള ഒരു ഗുണമാണ് നമുക്ക് അതിൽ നിന്ന്, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗം ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, വചന പഠനത്തിന് നമുക്കറിയാം കർത്താവാണ് നമ്മുടെ ഡിക്ഷണറിയുടെ ഉപയോഗം കുട്ടികൾക്കറിയാം എന്നുള്ളത് ഞാൻ മുതിർന്നവർക്കറിയാം. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്, ഇംഗ്ലീഷ് പുസ്തകമാണ് നമ്മൾ ഈ മാസം വായിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു വാക്കിൻ്റെ, ഒരു പദത്തിൻ്റെ അർത്ഥം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വലിയ ഡിക്ഷണറി എടുത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഫോണിൽ ഇതൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അതിലുള്ള ഡിക്ഷണറി നമ്മൾ ഡിക്ഷണറി യൂസ് ചെയ്യുന്നു. നാം ആ പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു, ആശയം മനസ്സിലാക്കുന്നു. നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത് കർത്താവ് മാത്രമാണ്. ഏത് പ്രശ്നത്തിനും, ഏത് തരത്തിലുള്ള സംശയത്തിനും, ഏതു പ്രത്യേകമായ സാഹചര്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് നാം വലയുമ്പോൾ നാം നമ്മുടെ ഡിക്ഷണറിയായ കർത്താവിലേക്ക് നോക്കുക. ഒരു പക്ഷേ നാം മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ തളർന്നു പോകും. കഴിഞ്ഞ മാസം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ചർച്ചിലെ പത്രോസിൻ്റെ 1-ാം ലേഖനം ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ സഭ തന്നെ അതൊരു പുസ്തകമാക്കി മാറ്റി അത് വിതരണം ചെയ്തു. അപ്പം എന്നോട് തന്നെ കഴിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എൻ്റെ ഇത് മേടിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെ. ഞാൻ നേരെ തന്നെ ആ സഹോദരൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള ചില അസ്വസ്ഥതകളാണെന്ന് മനസ്സിലായി. ആ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകസ്മികമായിട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് വലിയ ഷോക്കായി. ഞാൻ ഉടനെ തന്നെ സമയം കളഞ്ഞില്ല. കാരണം കർത്താവുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനം. നാം ആരാധനയ്ക്ക് സങ്കീർത്തനം 22 നാം വായിച്ചു കർത്താവിൻ്റെ ആഗ്രഹം. അകന്നിരിക്കരുതേ. നമുക്കറിയാം കർത്താവിൻ്റെ മേൽ തുപ്പലേറ്റത്, കർത്താവിനെ അടിച്ചത്, കർത്താവിനെ നിന്ദിച്ചത്, അതൊക്കെ അവൻ സഹിക്കാവുന്നതായിരുന്നു. അപ്പോഴൊന്നും കർത്താവ് ഒന്നും പറഞ്ഞില്ല. അതെല്ലാം ആണികളടിച്ചത്, ഇതൊക്കെയാണ് നാം വളരെയധികം ഫീലിങ്സോട് കൂടെ ഓർക്കുന്നത്. അതൊക്കെ നല്ലതാണ്, ദൈവജനം അത് പറയുന്നുണ്ട്. പക്ഷേ നാം പലപ്പോഴും വിസ്മരിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ അനുദിന ജീവിതത്തിലും വിസ്മരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിന്
ഏറ്റവും വേദനിപ്പിച്ച കാര്യം അടിച്ചതോ നിന്ദിച്ചതോ പരിഹസിച്ചതോ ഒന്നുമല്ല. കർത്താവിനെ ഏറ്റവും വേദനിപ്പിച്ചത്, അതാണ് നാം ഇന്ന് രാവിലെ 22-ാം സങ്കീർത്തനത്തിൽ കേട്ടത്, എന്നെ വിട്ടകന്നിരിക്കരുതേ, വീണ്ടും അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. പിതാവിൽ നിന്നുള്ള അകൽച്ച, പാപം, നമ്മുടെ വിഴുപ്പും പാപമെന്ന വിഴുപ്പ് പാണ്ഡം പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ പിതാവ് പുത്രനെ കൈവിട്ടു. ആ അകൽച്ച അവൻ ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല. ആ നരകം ഒരിക്കലും അവനെ അനുഭവിക്കുവാൻ, സഹിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അതേ അവസ്ഥ നമുക്കുണ്ടോ? ഒരു ചെറിയ പിഴവ് നമ്മിൽ വരുമ്പോൾ അയ്യോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് അത്. എത്രയും വേഗത പരിഹരിക്കണം. കാരണം നമ്മളൊക്കെ ജഡത്തിൽ, പാപജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പിഴവുകളൊക്കെ പറ്റും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച്, ദൈവമേ നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ പോകും? ആ ഒരു ഉൾക്കാഴ്ചയുണ്ടോ? വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സഭകളിലുള്ള ഒരു വലിയ പരാജയം, രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് കർത്തൃമേശ എടുത്ത് പോവുകയാണ്. ആ പരീക്ഷയിൽ, ആ വലിയ ദിവസത്തിലാണ്, കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് നാം ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് അറിയുക. അപ്പോൾ കർത്താവിൻ്റെ ആ മനോഭാവം, പിതാവിൽ നിന്ന് അകൽച്ച, അയ്യോ അകന്നിരിക്കരുതേ എന്നുള്ള ഉള്ളിലെ വെമ്പൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അപകടകരമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രക്ഷ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നാം കവലകളിൽ നിന്ന് പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് വിളിച്ചു പറയുമ്പോൾ അത് കൂടുതൽ പറയേണ്ടത് ഇന്ന് നമ്മുടെ വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളെ എത്രയും വേഗം സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം, നിർബന്ധം നിങ്ങൾക്കുണ്ടോ? ഞാനത് അന്ന് തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാനിടയായിട്ട് തീർന്നു. അല്ലെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും? എങ്ങനെ ധൈര്യമായി വന്ന് കർത്തൃമേശ ആചരിക്കാൻ സാധിക്കും? ഇത് നിസ്സാര കാര്യമല്ല. ഇത് കേവലം തത്വസംഹിതയല്ല. ഇത് കേവലം കെമിസ്ട്രി പുസ്തകമല്ല. ഇത് കേവലം ഭൗതിക ശാസ്ത്ര പുസ്തകമല്ല. ഇത് കേവലം മാത്തമാറ്റിക്സ് അല്ല. ഇത് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. ഈ ഗൗരവം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ നാം ചിന്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നാം പഠിക്കേണ്ടത് ആവശ്യം. ഇന്ന് രാവിലെ ഈ വേദഭാഗമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡിക്ഷണറി കർത്താവാണ്. കർത്താവിലേക്ക് തന്നെ നോക്കി കർത്താവ് വചനം പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ എൻ്റെ ശൈലിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ കർത്താവിലേക്ക് നോക്കുകയാണ്. കർത്താവ് എല്ലാ കാര്യത്തിനും കർത്താവാണ് മാതൃക. ഒരു പ്രധാന പ്രശ്നം വന്നു, ഒരു സംശയം വന്നു, കർത്താവിലേക്ക് നോക്കുകയാണ്. അതിന് ഉത്തരം അവനിലുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ കർത്താവിലേക്ക് നോക്കിയപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 46-ാം വാക്യം, അത് നാം ഒന്ന് ഇമാജിൻ ചെയ്താൽ കർത്താവ് വചനം പഠിച്ച കാര്യങ്ങൾ നമുക്ക് കാണാം. ഞാനൊരു 5 കുറിപ്പുകളാണ് ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോൾ നിർബന്ധമില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. വചന ശുശ്രൂഷ കയറുമ്പോൾ 5 കുറിപ്പാണെങ്കിൽ 5 കുറിപ്പ് അതിൻ്റെ സബ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോകണം. നോ ഇപ്പോൾ അങ്ങനെയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഒരു, അതേസമയം അതിൻ്റെ ഒരു എതിർവശം ഒരുങ്ങണ്ടെന്നോ വചനം കുറിച്ച് വരണ്ടെന്നോ ശക്തമായ രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പ്ലാൻ ചെയ്തതും നമ്മൾ പഠിച്ചതുമായ കാര്യങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. ഓക്കെ, സ്തോത്രം. 12 വയസ്സുള്ള യേശുവാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൂടി ഇരിക്കേണ്ടത് നിങ്ങളുടെ എത്ര വയസ്സ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. 12 വയസ്സുള്ള യേശു എങ്ങനെ മനസ്സിലാക്കാം? 42-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ, ലൂക്കോസിന്റെ സുവിശേഷം 2:40, അവന് 12 വയസ്സുള്ളപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പതിവ് പോലെ. അപ്പൊ കർത്താവിന്റെ പതിവ്, അത് നല്ലൊരു വിഷയമാണ്. അപ്പൊ 12 വയസ്സുള്ളപ്പോൾ കർത്താവ് ചെയ്ത കാര്യമാണ് നാം 46-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അപ്പൊ ഈ ഉപദേഷ്ടാക്കന്മാർ എന്നുള്ള പദം, അവർ 10, 30, 40, 50 വർഷമായിട്ട് ദൈവവചനം പഠിച്ചവരാണ്. കർത്താവിന് കേവലം 12 വയസ്സ്.
ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു പക്ഷേ 5 വയസ്സ് മുതലോ 4 വയസ്സ് മുതലോ കർത്താവ് വചനം പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. കർത്താവിന് നമ്മെപ്പോലെ സ്വന്തമായിട്ട് ബൈബിളില്ല. അന്ന് കർത്താവിൻ്റെ കുടുംബം നമുക്കറിയാം, ആശാരി കുടുംബമാണ്, നസ്രത്തിലാണ്. വളരെ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നത് പോലെ അത്രയും ഒരു മോശപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരൊന്നും അവിടെ താമസിക്കില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു കുടുംബത്തിൽ നമ്മുടെ കർത്താവ് ജീവിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ബൈബിൾ എന്ന് പറയുന്നത് തുകൽ ചുരുളുകളാണ്. ഈ ചുരുളുകൾ മേടിക്കണമെങ്കിൽ നല്ല പൈസ വേണം, ധനാഠ്യർക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ അവർ കൂടി വരുന്ന സിനഗോഗുകളിൽ പോയി വേണം വചനം വായിക്കാൻ. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കുക, 5 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സായപ്പോൾ കർത്താവ് സിനഗോഗിൽ പോവുകയാണ്. നസറത്തിലുള്ള സിനഗോഗിൽ പോകുന്നു. അവിടെ റബ്ബിമാർ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള ഒരു നല്ല പാഠമാണ് നമ്മുടെ കർത്താവിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ശ്രദ്ധ വെച്ച് അവൻ കേട്ട്, നമ്മളെപ്പോലെയുള്ള ബൈബിൾ അന്ന് കർത്താവിനില്ല. കർത്താവ് മനുഷികമായ അവസ്ഥയിൽ ആ വചനങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് മാത്രമല്ല, ആ കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. കാരണം വീട്ടിൽ പോയി വായിച്ചു നോക്കാനായിട്ട് ബൈബിളില്ല, വീട്ടിൽ പോയി വായിച്ചു നോക്കാൻ ബൈബിളില്ല. ആ സംഗ്രഹിച്ച ആ വചനവുമായിട്ട് അവൻ പോകുന്നു. അവനതിനെ അയവിറക്കുന്നു, അവനത് ഓർക്കുന്നു. ആ രീതിയിൽ അവൻ മുന്നോട്ട് പോകുന്നു. പിറ്റേ ദിവസവും അവൻ വരികയാണ്. വരുമ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ചിലപ്പോൾ മറന്നുപോകും. റബ്ബിമാരോട് വീണ്ടും ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം വായിച്ചു, ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അപ്പോൾ വീണ്ടും കേൾക്കുന്നു, വീണ്ടും അത് പഠിക്കുന്നു. അങ്ങനെ 5 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 4 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഗ്രഹിക്കാനുള്ള പ്രായമായത് മുതൽ ഇപ്പോൾ കർത്താവിന് 12 വയസ്സായി. അതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. 12 വയസ്സായപ്പോൾ 10-40 വർഷങ്ങളായി ദൈവവചനം പഠിച്ചവർക്ക് ആശ്ചര്യമുളവാക്കുന്ന രീതിയിൽ കർത്താവിന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അവരെ അതിശയിപ്പിച്ചതാണ് നാം 46-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. അതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവാണ്. തൻ്റെ മനുഷ്യത്വത്തിൽ അവൻ നമ്മെപ്പോലെ, നമുക്ക് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി തീർന്നവനാണ്, സദൃശ്യനായി തീർന്നവനാണ്. ആ കർത്താവിൻ്റെ വചനം പഠിക്കാനുള്ള ആർത്തി അത് എന്നിലും നിങ്ങളിലും വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയട്ടെ. അടുത്ത ആഴ്ച പ്രസംഗിക്കണം, അതിനു വേണ്ടിയുള്ള പഠനം. ആ പഠനം ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രസംഗിക്കാനായിട്ടല്ല നാം പഠിക്കേണ്ടത്. അടുത്ത ആഴ്ച ഒരു ചിന്ത പറയണം, അതിനുവേണ്ടി പ്രസംഗിക്കാൻ, അതിനുവേണ്ടി വചനം അത് അല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ച് അറിയണം. എന്നിലുള്ള കുറവുകൾ, വചനത്താലുള്ള ശുദ്ധീകരണം എനിക്ക് ആവശ്യമാണ്. ഈ നല്ല ആറ്റിറ്റ്യൂഡിൽ വേണം വചനം വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കും. അത് നാം കുറിച്ച് വെക്കാം. അത് സന്ദർഭം കിട്ടുമ്പോൾ, സാവകാശം കിട്ടുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെയുള്ള ശുശ്രൂഷകളെ ജീവനുള്ള ശുശ്രൂഷകളാകും. അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തൂ. ഇല്ലെങ്കിൽ കേവലം കെമിസ്ട്രി ടെക്സ്റ്റും ഫിസിക്സ് ടെക്സ്റ്റൊക്കെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു പോകുവാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ദൈവജനത്തിന് അത് അനുഗ്രഹമാവുകയില്ല. ആ രീതിയിൽ നാം ആയിരിക്കാനായിട്ട് ശ്രമിക്കരുത്. തിരുവെഴുത്ത് കർത്താവിൻ്റെ മാതൃക നമുക്ക് കാണാം. 5 വയസ്സ് മുതൽ നമുക്ക് എടുക്കാം. 12-ാമത്തെ വയസ്സ് വരെ എത്ര തവണ അവൻ സിനഗോഗുകളിൽ പോയി വചനം കേട്ടു. നമുക്കാണെങ്കിൽ ഇന്ന് നമ്മുടെ ഭാഷയിൽ തിരുവെഴുത്ത് ലഭ്യമാണ്. ഈ വചനം കർത്താവിൻ്റെ മഹത്വം എനിക്ക് കാണണമെന്ന് എന്നുള്ള ആർത്തിയോടുകൂടി ഡെയിലി വായിക്കുന്ന എത്ര പേരുണ്ട്? ഡെയിലി ആ രീതിയിൽ എൻ്റെ കുറവുകൾ കാണണം, ദൈവത്തിൻ്റെ വചനത്താലുള്ള കുത്ത് എനിക്ക് ഏൽക്കണം, ദൈവത്തിൻ്റെ വചനം ചുറ്റുകയാണ്, അതെൻ്റെ കല്ലായ ഹൃദയത്തെ തകർക്കണം എന്നുള്ള മനോഭാവത്തോടെ നാം വായിക്കുന്നുണ്ടോ? അതോ കേവലം ബാലരമയും പൂമ്പാറ്റിയും ബാലമംഗളവും ഒക്കെ വായിക്കുന്നത് പോലെ നാം വായിച്ചു വിടുകയാണോ ചെയ്യുന്നത്? പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ വചനത്തെ നാം ഗൗരവത്തോടുകൂടെ പഠിക്കണം. ഗൗരവത്തോടുകൂടെ പഠിക്കണം. കേവലം മറ്റു പുസ്തകങ്ങൾ പഠിക്കുന്നത് പോലെ ഉള്ള പഠനമല്ല, മറിച്ച് നാം നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വാസ്തവമായി കർത്താവിൻ്റെ സന്ദേശങ്ങൾ, വാസ്തവമായി കർത്താവിൻ്റെ ആ മഹത്വം നാം ഗ്രഹിക്കാനായിട്ട് കർത്താവ് അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവന് ആ 30-40 വർഷക്കാലമൊക്കെ കർത്താവിൻ്റെ വചനം പഠിച്ച റബ്ബിമാരെ അതിശയിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അവൻ്റെ ആ ലാവണ്യമൊഴികൾ എന്നാണ് നാം കേട്ടത്. അത് അവൻ്റെ ഉപദേശത്തിൽ അതിശയവും വിസ്മയവും ഉള്ളതായിട്ട് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എങ്ങനെ ഇത് സാധിച്ചു? അതെ,
ദൈവത്തിൻ്റെ വചനം അവൻ പഠിച്ചു എന്നുള്ളതാണ്. പഠിക്കുക എന്ന് വെച്ചാൽ കേവലം പഠിക്കുക എന്നുള്ളത് അറിവ്, ബുദ്ധി കൊണ്ടുള്ളതല്ല. നമുക്കറിയാം, മനസ്സുകൊണ്ട് തിരുവെഴുത്ത് പഠിക്കാൻ സാധിക്കും. ഈ വലിയ വലിയ തിയോളജിയൻസൊക്കെ അങ്ങനെയാണ്. മനസ്സുകൊണ്ട് നമുക്ക് ഒരു പുസ്തകം പോലെ നമുക്കിത് പഠിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യില്ല. എന്നാൽ നമുക്ക് ഹൃദയം കൊണ്ടും പഠിക്കാൻ സാധിക്കും. അതിന് ഹൃദയശുദ്ധി ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മൾ കേവലം മനസ്സുകൊണ്ട് പഠിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പാപങ്ങളോ മുറുകെ പറ്റുന്ന പാപങ്ങളോ ഒക്കെ വെച്ച്, പാപ സ്വഭാവങ്ങളോ ഒക്കെ വെച്ച് നാം തിരുവെഴുത്ത് പഠിച്ചാൽ അത് ഹൃദയം കൊണ്ട് പഠിക്കുന്നതല്ല, മനസ്സുകൊണ്ട് പഠിക്കുന്നതാണ്. മനസ്സുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും, അത് നമുക്ക് പറയാനായിട്ട് കഴിയുമായിരിക്കും. പക്ഷേ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. കർത്താവിൻ്റെ മാതൃക നമ്മുടെ മുൻപിലുണ്ട്. അവനത് ഹൃദയം കൊണ്ട് പഠിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതനുസരിച്ച് 30 വർഷക്കാലം, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? 30 വർഷക്കാലം നാം മാനസികമായി തന്നേക്കാൾ പരിജ്ഞാനമില്ലാത്ത, തന്നേക്കാൾ കഴിവില്ലാത്ത ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാവിന് കീഴടങ്ങി കർത്താവ് നസ്രത്തിൽ പാർത്തു. പിതാവ് ആ ജീവിതത്തിന് സാക്ഷ്യം പറഞ്ഞു. തൻ്റെ സ്നാന സമയത്ത് നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? കർത്താവിൻ്റെ വചന പഠനം മനസ്സുകൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു. നമ്മുടെ പോലെ ബൈബിൾ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും സിനഗോഗിൽ പോയി റബ്ബിമാർക്ക് കീഴ്പ്പെട്ടിരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടു. ആ നല്ല മാതൃക ഞാനും നിങ്ങളും പാലിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ഹൃദയം കൊണ്ട് പഠിക്കുവാൻ നാം ശീലിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ പഠിച്ചാലുള്ള ഒരു ഗുണം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കും. തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒടുവിലത്തെ ലേഖനമാണ്. കാരാഗ്രഹ ലേഖനത്തിൽ പെടുന്നു. നാം സാധാരണ പറയുന്ന കാരാഗ്രഹ ലേഖനമല്ല, എന്നാൽ തൻ്റെ ഒടുവിലെ കാരാഗ്രഹത്തിൽ കിടന്നെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ വളരെ പ്രശസ്തമായ, നമുക്കെല്ലാം മനഃപ്പാഠം അറിയുന്ന വാക്യമാണ് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം എന്തിനാ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കതൊന്ന് വായിക്കാം. ഓക്കെ, താങ്ക് യു. അത് വായിച്ചോളൂ. ഉപദേശത്തിനും ശാസനത്തിനും നീതീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തിനാ നൽകിയത്? നമ്മോട് വായിക്കുന്നത് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. തികഞ്ഞവനാകുക എന്ന് വെച്ചാൽ മെച്യൂർഡ് ആവുക, പെർഫെക്റ്റ് ആവുക, പക്വതയുള്ളവരാവുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയം കൊണ്ട് നാം പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അത് പക്വതയുള്ളവരായിട്ട് തീരും. നമ്മുടെ തൊഴിലിടങ്ങളിൽ നാം വ്യത്യസ്തരായിരിക്കും, മെച്യൂർഡായിരിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം മെച്യൂർഡായിരിക്കും, പക്വതയുള്ളവരായിരിക്കും. നമ്മുടെ സഭാ ജീവിതത്തിൽ നാം മെച്യൂർഡായിരിക്കും. നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ തികവുള്ളവരായി നമുക്ക് തീരാൻ സാധിക്കും. പൂർണ്ണമായിട്ടും 100% വിശുദ്ധരാണ് എന്നുള്ള ആശയമല്ല ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ തൊട്ട് താഴെ നാം വായിച്ചു കേട്ടത് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് എന്നുള്ളത്. അപ്പോൾ തിരുവെഴുത്തുകൾ നാം ഹൃദയം കൊണ്ട് പഠിച്ചാൽ നാം തികഞ്ഞവരായി തീരും, പെർഫെക്റ്റായ അല്ലെങ്കിൽ പക്വതയുള്ളവരായിട്ട് തീരും എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല. എൻ്റെ അളവിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കാനായിട്ട് ആരംഭിച്ചു. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ വായിച്ചത് അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം. അതാണ് നമ്മുടെ ലൈഫിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ്. ഇൻ ദ ബിഗിനിങ് ഗോഡ്, ആദിയിൽ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ സ്ഥാനം ദൈവത്തിനായിരിക്കണം. ഇത് വളരെ നിർബന്ധമാണ് എന്നുള്ളത് ഞാൻ എൻ്റെ തുണയോട് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യ സ്ഥാനം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരും. ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല, ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, ഞങ്ങളുടെ പഠനം തുടർന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കും? നമുക്കറിയാം, നമ്മുടെ ഒക്കെയുള്ള ഈഗോ, നമ്മുടെ ഉള്ളിലുള്ള ജഡ സ്വഭാവം, അവനത് അവസരം കിട്ടുമ്പോൾ പുറത്തു വരാൻ കാത്തിരിക്കുക.
നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും, എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും, അത് യാതൊരു സംശയവുമില്ല. എത്ര വലിയ പ്രസംഗകരായാലും എത്ര വലിയ കേമന്മാരായ സുവിശേഷകരായാലും എല്ലാം സെയിം തന്നെ. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാ നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കുക? അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഏദൻ തോട്ടത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി അല്ലേ? ഒരു വലിയ പ്രശ്നം. എന്താ പ്രശ്നം? പാപം എന്ന പ്രശ്നം. ആരൊക്കെ തമ്മിലെ പ്രശ്നം ഉണ്ടായത്? ആരൊക്കെ തമ്മിലെ പ്രശ്നം ഉണ്ടായത്? സാക്ഷാൽ ദൈവവും മനുഷ്യനും തമ്മിൽ. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, നമുക്കറിയാലേ. ആരാണ് ആ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുത്തത്? ആരാണ് പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുത്തത്? മനുഷ്യനാണോ? അല്ല, നമുക്കറിയാം. നാം അതാണോ ഓർത്തത്? ദൈവം തന്നെയാണ്. അപ്പം ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകും. ഇപ്പോൾ 8 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരിലാണോ ദൈവിക സ്വഭാവം അധികമുള്ളത്, ആരിലാണോ ദൈവിക സ്വഭാവം നിറഞ്ഞു തുളുമ്പുന്നത്, അവരായിരിക്കും പ്രശ്നം പരിഹരിക്കാനായിട്ട് മുന്നോട്ട് വരിക. അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. അവ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അവ ആദ്യം വന്ന് അത് പരിഹരിക്കാനായിട്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതമൊന്നുമല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കില്ലേ. എത്രയും വേഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. അകന്നിരിക്കരുതേ, വിട്ടകന്നിരിക്കും. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, അതിന് തടസ്സം വന്നത് നമ്മുടെ പാപമാണ്. ഇനി വീണ്ടും ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്, എൻ്റെ കർത്താവിനെ അകറ്റിയ ആ കാര്യം കാരണമായിട്ട് തീരരുതെന്നുള്ള നിർബന്ധം എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതുകൊണ്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കും. അതേ പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മിൽ വരും. പക്ഷേ ആരിലാണോ ദൈവിക സ്വഭാവം കൂടുതലുള്ളത്, അവരാണ് പ്രശ്നം പരിഹരിക്കാനായി മുന്നോട്ട് വരിക. നാം അത് തിരുവെഴുത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ മനസ്സിലാക്കി തരും. നാം വായിച്ചത് പക്വതയുള്ളവരാക്കാനായിട്ടാണ്, തികഞ്ഞവരാക്കി തീർക്കാനാണ് ദൈവവചനം തന്നിരിക്കുന്നത്. എങ്ങനെയാണ് തികഞ്ഞവരാകുക? നാം തൊട്ട് താഴെ ദേവദാസൻ വായിച്ചു, ഉപദേശിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, ഗുണീകരിക്കുമ്പോൾ, നീതിയിലെ അഭ്യാസത്തിലൂടെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോഴാണ് അത് നമ്മെ ഉപദേശിക്കുക. മോനെ, നീ പോകുന്ന വഴി ശരിയല്ല കേട്ടോ. ആ സഹോദരനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ നോക്കുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അത് ആ സഹോദരൻ അറിയുന്നില്ല. നീ തിരുത്തുക, വീണ്ടും ഞാനുമായുള്ള സഖിത്വത്തിലേക്ക് വരിക. എത്രയോ തവണ കർത്താവ് ആ വിസിൽ അടിച്ചിരിക്കുന്നു. നാം അത് കേൾക്കുന്നുണ്ടോ? കേൾക്കണമെങ്കിൽ തിരുവെഴുത്തുകളുടെ മുമ്പാകെ ഞാനും നിങ്ങളും ഇരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല പല മേഖലകളിൽ എനിക്കറിയില്ല ഇവിടുത്തെ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത്. എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ തെറ്റായ മനോഭാവങ്ങൾ കൊണ്ട്, എൻ്റെ തെറ്റായ പെരുമാറ്റങ്ങൾ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽവക്കത്ത്, എൻ്റെ സഭയ്ക്ക് ഒരു ഭാരമായിട്ട് തീരരുത്. ഞങ്ങളെടുത്ത മറ്റൊരു പ്രിൻസിപ്പിളാണ്, ഞങ്ങളത് ഇന്നുവരെയും പാലിക്കാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കും. ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്കൊരു ഭാരമാകരുത്. നമുക്കറിയാം, പ്രായമാകുമ്പോഴാണ്, എൻ്റെ അമ്മമ്മ മരിക്കുന്നതിന് മുൻപ് അമ്മമ്മയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പറയാറുണ്ട്, മോനെ ഭാരമായിട്ട് തീരാതെ വേഗം കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണം. അമ്മമ്മ മരിച്ചു, ഞാനോ +1 പഠിക്കുമ്പോൾ അമ്മാവ് മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാം വയസ്സാകുമ്പോഴാണ് ഈ ആഗ്രഹം വരാം, ആർക്കൊരു ഭാരമാകാതെ വേഗം എൻ്റെ നാട്ടിലേക്ക് പോകണമെന്ന്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ നിമിത്തം എൻ്റെ ഭവനത്തിൽ ഒരു ഭാരമാകരുത്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ നിമിത്തം എൻ്റെ അയൽവക്കത്തിന് ഒരു ഭാരമാകരുത്, എൻ്റെ നിമിത്തം സഭയ്ക്ക് ഒരു ഭാരമാകും. പ്രിയമുള്ളവർ, ആ നിർബന്ധം നമ്മെ ഭരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡല്ല നമുക്കുള്ളത്. കർത്താവ് പറയുന്ന നാം വായിച്ചത്, അകന്നിരിക്കരുതേ, വിട്ടകന്നിരിക്കരുതേ. നമുക്കതൊന്നും ഒരു വിഷയമല്ല. കർത്താവിന് അതായിരുന്നു ഏറ്റവും വിഷയം. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, കർത്താവിന് വിഷയമായ നമുക്ക് വിഷയമല്ല, കർത്താവിന് വിഷയമല്ലാത്ത നമുക്ക് വലിയ വിഷയമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് നാം പക്വതയുള്ളവരാകാനായിട്ടാണ്. ഇതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് താൻ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ആശയം തന്നെ പറഞ്ഞപ്പോഴേക്കും സമയമായി. ഇനി ഇങ്ങനെ ജീവിച്ചാലുള്ള ഗുണം എന്താ? ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു, പക്വതയുള്ളവരായി തീരാൻ നമ്മെ സഹായിക്കും.
പിതാവിൽ നിന്ന് പുത്രൻ വിട്ടകന്നപ്പോൾ, പാപം നിമിത്തം വിട്ടകന്നപ്പോൾ എന്തുമാത്രം അസ്വസ്ഥത പുത്രനുണ്ടായോ അതേ ആറ്റിറ്റ്യൂഡ്, അതേ അവസ്ഥ നമ്മുടെ ഹൃദയത്തിലും നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലാണ്. ഇനി ഇവിടെ പറയുന്ന ഗുണം എന്താ? ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ, ഉപദേശം മറക്കാതിരുന്നാൽ, കൽപ്പനകളെ കാത്തുകൊണ്ടാൽ എന്താ ഗുണം? നാം 2-ാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരം കാണുന്നുണ്ട്. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നാം ദൈവത്തിൻ്റെ വചനം ഹൃദയം കൊണ്ട്, ഹൃദയശുദ്ധിയോടുകൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നേരത്തെ പറഞ്ഞ പുതിയ നിയമത്തിൽ തികഞ്ഞവരാകാം, പക്വതയുള്ളവരാകാം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഭാഷയാണ് നാം വായിക്കുന്നത്. അവ നിനക്ക് ദീർഘായുസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഭക്തരായ ആളുകളൊക്കെ 39 വയസ്സിൽ 30 വയസ്സിലൊക്കെ മരിച്ചുപോയ ഒരുപാട് നല്ല, വളരെ ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച നല്ല നമ്മുടെ ഈടുറ്റ പാട്ടുകളൊക്കെ എഴുതിയ നമ്മിന്ന് പാടിയും തോന്നുന്നു. തൊമ്മി ഉപദേശിക്ക് വളരെ നേരത്തെ മരിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ദീർഘായുസ് എന്ന് പറയുന്നത് എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? ദീർഘായുസ്, ജീവകാല സമാധാനം എന്നൊക്കെ പറയുമ്പോൾ അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ്. ഒരു ദിവസം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജീവിച്ചുള്ളൂ, പക്ഷെ ആ ജീവിതം ദൈവവുമായിട്ട് അകലാത്ത ജീവിതമാണ്. അതാണ് ഏറ്റവും പ്രധാനം, ക്വാളിറ്റി ഓഫ് ലൈഫ്. അല്ലാതെ 10-90 വയസ്സ് അല്ലെങ്കിൽ 150 വയസ്സ് വരെ ജീവിക്കുക എന്നുള്ളതല്ല. അത് നല്ലതാണ്. എത്ര നാൾ നാം ജീവിക്കുന്നു അത്ര നാളും ക്വാളിറ്റിയോടെ ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുക. അപ്പോൾ ദൈവവചനം ഹൃദയംഗമമായി ഞാനും നിങ്ങളും പഠിച്ചാൽ എന്താ പ്രയോജനം? പക്വതയുള്ളവരാകാം, മെച്ചുഡാവാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കാം. എന്താ ക്വാളിറ്റിയുള്ള ലക്ഷണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുക. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് നേരിട്ടൊരു എക്സാമ്പിൾ, ഒരു സംഭവം ഞാൻ പറയാനിടയായിട്ട് തീർന്നു. എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് സ്വസ്ഥമാകാനായിട്ട് നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. നമുക്കറിയാം, നമ്മൾ ഒരു ഫംഗ്ഷന് പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഫംഗ്ഷന് പോകുന്ന നേരത്ത് നാം നല്ല ശുഭ്ര വസ്ത്രമാണ്, വെള്ള വസ്ത്രമാണ് ധരിച്ചത്. ആ വസ്ത്രത്തിൽ പെട്ടെന്ന് ചെളി വരും. നമ്മൾ വിചാരിക്കുമോ, എന്തായാലും ഫംഗ്ഷന് പോകാൻ ഇറങ്ങിയില്ലേ, നീ അഴുക്കും വെച്ച് ചെളിയായ ഷർട്ടിട്ട് തന്നെ പോവാം, അവരൊക്കെ പരിചയമുള്ളവരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും ആ ചെളിയുള്ള ശുഭ്ര വസ്ത്രം ധരിച്ച് നാം ഫംഗ്ഷന് പോകുമോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം, ചെളി പറ്റിയാൽ എത്രയും പെട്ടെന്ന് കഴുകി കളയേണ്ടതാണ്. അല്ലാതെ ചെളി വെച്ച് അല്ലെങ്കിൽ മുഖത്തൊരു മാലിന്യം വന്നിരിക്കുന്നു, അപ്പോൾ ആ മാലിന്യം വെച്ച് നമ്മൾ പുറത്തിറങ്ങി നടക്കുമോ? എൻ്റെ മുഖത്ത് മാലിന്യം നാലാൾക്കാർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നാം പുറത്തിറങ്ങി നടക്കുമോ? ഒരിക്കലുമില്ല. നാം എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖത്തായ മാലിന്യം നീക്കാനായിട്ടാണ് ശ്രമിക്കുക, അല്ലെങ്കിൽ നാം വസ്ത്രത്തിൽ പുരണ്ട മാലിന്യം മാറ്റാനായിട്ടാണ് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ എത്രയോ കാലങ്ങളായി ഇപ്പോൾ ഇതാ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി നാം മാലിന്യം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. പാപമെന്ന മുറുകെ പറ്റുന്ന മാലിന്യങ്ങൾ എത്രയോ ആണ് നമ്മുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അനുദിനം ദൈവവചനത്താലുള്ള കഴുകൽ പ്രാപിക്കാതെ എത്രയോ കാലങ്ങളായി നാം മുന്നോട്ട് പോകുന്നു. അത് തന്നെയല്ലയോ ആത്മീകമായി വളരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അഴുക്ക് പറ്റിയാൽ എത്രയും പെട്ടെന്ന് നാം പരിഹരിക്കാൻ ശ്രമിക്കും. എന്നാൽ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന് നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനസ്സില്ലാത്തത് എന്തുകൊണ്ടാണ്. ഞാനൊരു ഭക്തനായ മനുഷ്യൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു ഇതിങ്ങനെയാണ്, ബൈബിൾ വായിക്കാൻ സമയമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ബൈബിൾ വായിക്കാൻ സമയമില്ലാത്തതിൻ്റെ കാരണം, ബൈബിൾ പഠിക്കാൻ സമയമില്ലാത്തതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, താല്പര്യമില്ല എന്നതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ആഴത്തിൽ ചിന്തിപ്പിച്ചതാണ്. മറ്റൊന്നുമല്ല, ഇന്ന് നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഹോസ്പിറ്റലിലായാൽ അവിടെ പോകാൻ നിനക്ക് സമയമുണ്ട്. ഇന്ന് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ ഭവനത്തിലുള്ളവർക്ക് വന്നാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും അതിനെ ചെലവഴിക്കാൻ നിനക്ക് സമയമുണ്ട്. എന്താ കാരണം? നിനക്ക് അവരോട് അത്രമാത്രം താല്പര്യമുണ്ട്. എന്നാൽ എൻ്റെ വചനം പഠിക്കാൻ നിനക്ക് താല്പര്യമില്ല, നിനക്ക് സമയമില്ല. കാരണം
നിനക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതാണ് സമയമില്ലാത്തതിന് കാരണം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അത് മനസ്സിലാക്കിയത് കൊണ്ട് അത് ആ കുറ്റബോധത്തിന് അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം പഠിക്കുന്ന ഒരു ശീലം വളരാനായിട്ട് ഞാൻ എൻ്റെ മക്കളിലും അത് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം, ദൈവിക കാര്യങ്ങളോട് നമുക്ക് സമയമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വാസ്തവമായിട്ട് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ അതിന് താല്പര്യമില്ലാത്തതാണ് കാരണം, സമയമില്ലാത്തതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ദേവദാസന്റെ ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വളരെ പവർഫുള്ളാണ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, നിന്റെ മകൻ ഹോസ്പിറ്റലിലായാൽ നിനക്ക് പോകാൻ സമയമുണ്ട്, കാരണം അത് നിന്റെയാണെന്നുള്ള ഉറച്ച ബോധ്യം, ആ താല്പര്യം നിനക്ക്. എന്നാൽ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് താല്പര്യമില്ല, സമയമില്ല, കാരണം താല്പര്യമില്ലാത്തതാണ്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിൽ നാം 2 ആഴ്ചക്കാലമൊക്കെ പിന്നിട്ടു. ഇപ്പോഴും ആ പഴയ ശീലത്തിൽ തന്നെയാണോ? ആ പഴയ താല്പര്യമില്ലായ്മ എന്ന് പറയുന്ന ആ ക്യാൻസർ ബാധിതനായി തന്നെയാണോ നിങ്ങൾ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ വളരെ ഡേഞ്ചറാണ്. നമുക്കറിയാം, ക്യാൻസർ സെല്ലുകൾ അത് വളരെയധികം പടർന്നു പന്തലിച്ച് നമ്മെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി തീർക്കും. സഭാ ജീവിതത്തിൽ നാം പ്രയോജനമില്ലാത്തവരായിട്ട് കാലങ്ങൾ കഴിയുന്തോറും ആയിത്തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും മാത്രമാണ്. ഞാൻ മാത്രമാണ് എൻ്റെ പുരോഗതിക്ക് തടസ്സം. കാരണം എനിക്ക് താല്പര്യമില്ല. അത് തന്നെയാണ് സമയമില്ലാത്തതിൻ്റെയും കാരണം. ഈ തിരിച്ചറിവുണ്ടോ? ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? തിരുവെഴുത്ത് പഠിക്കുമ്പോഴാണ് കിട്ടുക. തിരുവെഴുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും. കർത്താവ് പറയുമ്പോൾ നമുക്ക് സമയം കണ്ടെത്താൻ താല്പര്യമുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ എന്താണ് പ്രയാസമായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ആ രീതിയിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയം കൊണ്ട് പഠിക്കണം. മനസ്സുകൊണ്ട് പഠിച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു നേരം പോക്കായിട്ട് മാത്രമിരിക്കും. എന്നാൽ ഹൃദയം കൊണ്ട് നാം പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയരാനിടയായിട്ട് തീരും. ഞാൻ ഇനി കൂടുതൽ വിഷയങ്ങളൊന്നും പറയുന്നില്ല. ആ കുറിപ്പുകളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം മാത്രമാണ് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. അതിന് നല്ല മാതൃക നമ്മുടെ കർത്താവാണ്. രണ്ടാമത്തെ കാര്യം വിശദീകരിക്കുന്നില്ല, 5 മുതൽ 8 വരെയാണ്. അവിടെ നാം വായിക്കുന്നത്, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ലിവിങ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. തർജ്ജമയിൽ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? സ്വന്തം ഉൾക്കാഴ്ചയിൽ ആശ്രയിക്കരുത്. സ്വന്തം ഉൾക്കാഴ്ച. പിന്നെ എന്ത് ഉൾക്കാഴ്ചയിൽ ആശ്രയിക്കേണ്ടത്? ദൈവത്തിൻ്റെ അവിടാണ് അടുത്ത പാഠം എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ ഹിതം നാം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണമെന്നുള്ള ഒന്നാമത്തെ പാഠം ആദ്യത്തെ 4 വാക്യം നമ്മെ പഠിപ്പിക്കുമ്പോൾ, രണ്ടാമത്തെ വാക്യം നമ്മെ 5 മുതൽ 8 വരെയുള്ള വാക്യം, രണ്ടാമത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം നാം അനുസരിക്കും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാൻ സാധിക്കുക? നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ വിവാഹപ്രായമായ വ്യക്തികൾ, അവർ ഇത്ര നാളും അവർക്ക് ഇഷ്ടം പോലെ ജീവിച്ചു. ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം തൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തുമോ? ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, ഇല്ല. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം എഴുതിയ ഈ വചനം നാം പഠിക്കണം. അതിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആരെ വിവാഹം കഴിക്കണം, ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് മേഖലയിലാണ് ഞാൻ പോകേണ്ടത്, സഭയിലുള്ള എൻ്റെ കൃപാവരങ്ങൾ എങ്ങനെയാണ് ജ്വലിപ്പിക്കേണ്ടത്, എന്ത് ശുശ്രൂഷയാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമുക്ക് ക്രമമായി ദൈവം വെളിപ്പെടുത്തി തരും. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എനിക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അത് തരും. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. പക്ഷേ ദൈവത്തിൻ്റെതായ വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ ഹിതം നാം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത് തിരുവെഴുത്തുകളിലൂടെയാണ്. തിരുവെഴുത്തുകൾ പഠിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ട്രാക്ക് നമുക്ക് മനസ്സിലാകും. ദൈവം എങ്ങനെയാണ് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനെ നാം അവനോട് കൂടെ നടക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ മനസ്സ് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പല അപകടങ്ങളിലും ചെന്ന് ചാടാതെ ജയകരമായി ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? അവിടെ തന്നെ നാം വായിക്കുന്നുണ്ട്, പാതകളെ
നേരെയാക്കും. 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, പാതകളെ നേരെയാക്കും. 4:18 സദൃശ 4:18 നാം കാണുന്നു, പാതകളെ കാക്കും. 2:8 സദൃശ 2:8 നാം ആകുന്നു, പാതകളെ നേരെയാക്കും. പാതകൾ പ്രകാശപൂർണമാകും. 2:8 പാതകളെ കാക്കും, 4:18 പാതകളെ പ്രകാശപൂർണമാക്കും. ഞാൻ കൂടുതൽ അതൊന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പാതകൾ നേരെയാകും, നമ്മുടെ പാതകൾ കാക്കപ്പെടുന്നതാകും, നമ്മുടെ പാതകൾ പ്രകാശപൂർണമാകും. തിരുവെഴുത്തുകൾ തന്നെ അത് വ്യക്തമാക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ആ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനാണ് എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടോ? മാത്രമല്ല, തുടർന്നും 5 നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. 2 നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവർ, 1-ാമത്തെ നിർദ്ദേശം, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. ആസന്നമായൊരു ടെസ്റ്റ് നമ്മെ കാത്തിരിക്കുന്നു. അത് ലജ്ജിച്ചു പോകാതിരിക്കാനായിട്ട് നാം തിരുവെഴുത്തുകൾ പഠിക്കേണ്ടതാകും. അത് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം? മനസ്സുകൊണ്ട് സാധാരണ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്നത് പോലെയല്ല, ഹൃദയശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മഹത്വം. സക്കായിയുടെ ആഗ്രഹം ഇതിന് മകുടോദാഹരണമാണ്. സക്കായിയുടെ ആഗ്രഹം എന്തായിരുന്നു? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വചനം പഠിക്കും. അതാണ് ഹൃദയം കൊണ്ട് പഠിക്കുക എന്നുള്ളതിൻ്റെ ലളിതമായ അർത്ഥം. യേശു എങ്ങനെയുള്ളവനാണ്, ഈ വാക്യത്തിൽ കർത്താവ് എങ്ങനെയുള്ളവനാണ്, അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും, പക്വതയുള്ളവരാകും. കുടുംബത്തിൽ, സഭയിൽ, തൊഴിലിടങ്ങളിലൊക്കെ അത് നമ്മെ സഹായിക്കും. 2-ാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം നാം അനുസരിക്കും. ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയ പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്, അത് നാം വായിക്കുക, അവനോട് കൂടെ നടക്കുക. ഇങ്ങനെയുണ്ട്, ചന്ദനം തട്ടിയാൽ ചാരിയ ചന്ദനം മണക്കുമെന്ന് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അതുപോലെ താഴ്മയുള്ളവന് കൂടെ നടന്നാൽ നാമും താഴ്മ പഠിക്കും. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ മനസ്സറിയാൻ നാം ദൈവത്തിൻ്റെ കൂടെ തന്നെ നടക്കണം. വേറെ ഷോർട്ട് കട്ടില്ല. ഷോർട്ട് കട്ടിലൂടെ പോകുമ്പോഴാണ് അപകടത്തിൽ ചെന്ന് ചാടുന്നത്. പ്രിയമുള്ളവരെ, വളരെ ലളിതമായ പാഠങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു 3-4 പാഠങ്ങൾ കൂടെ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിൽ നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇത്ര മതി എന്ന് വിചാരിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ ഗൗരവപൂർവ്വം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ ആസന്നമായ ടെസ്റ്റിൽ ധൈര്യത്തോടു കൂടെ നമുക്ക് നിൽക്കാനായി സാധിക്കും. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള അവസരം നൽകുന്നതിൽ ദൈവസഭയ്ക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.